ഓൺലൈൻ ബോട്ടണി ക്ലാസ്സസ്. +1 ബോട്ടണി ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് ചാപ്റ്റർ പ്ലാൻ കിങ്ഡം ആണ്. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം പ്ലാന്റയുടെ ക്യാരക്ടേഴ്സിനെയും അതിൽ വരുന്ന കുറച്ച് ക്ലാസ്സസിനെയും പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ RH വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്ന 5 കിങ്ഡം നമ്മൾ പഠിച്ചു. കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. അതിൽ മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചയുടെ ക്യാരക്ടേഴ്സും അതിൽ വരുന്ന കുറച്ച് ക്ലാസ്സസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്ലാന്റയെക്കുറിച്ച് കിങ്ഡം പ്ലാന്റയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെയും അതിനകത്ത് വരുന്ന ഓർഗാനിസത്തിനെയൊക്കെ പറ്റി പഠിക്കുന്ന, പ്ലാന്റ്സിനെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം. ഈ കിങ്ഡം പ്ലാന്റയ്ക്കകത്ത് വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കുറച്ച് ക്ലാസ്സസ്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഇന്ന് പഠിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച ഒരു ടേം തന്നെയാണ് ടാക്സോണമി. ടാക്സോണമി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് കൺസേൺഡ് വിത്ത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ടാക്സോണമി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്. ഓർഗാനിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ടാക്സോണമി. ഇവിടെ ടാക്സോണമി മെൻഷൻ ചെയ്യാൻ കാരണം ഈ പ്ലാൻ കിങ്ഡം ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടാക്സോണമി എന്ന ടേമിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ ടാക്സോണമി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ്റെ സ്റ്റഡിയാണ്. നമുക്ക് എല്ലാ ഓർഗാനിസത്തിനെയും ഓരോരോ തരത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നത് ടാക്സോണമി എന്ന ടേമിൻ്റെ കൂടെയാണ്. നമുക്ക് ടാക്സോണമിയാണ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ടാക്സോണമിയാണ്. ദെൻ ഹയർ പ്ലാന്റ്സ് ആയ ആൻജിയോസ്പേംസിനൊക്കെ കുറച്ച് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഓരോ ഓർഗാനിസത്തിനും അതിൻ്റേതായ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഓരോ പ്ലാന്റ്സിനും. പക്ഷേ ഇതിൽ ആൻജിയോസ്പേംസിനെ വരുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട്. നമുക്ക് അത് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ. ഈ ആൻജിയോസ്പേംസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫസ്റ്റ് സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ. ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസിൻ്റെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം. This system of classification used only morphological characters such as habit, color, number and shape of leaves. ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ പ്ലാന്റ്സിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ലിനേയസ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്ന അതായത് പുറമേ കാണാൻ സാധിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഹാബിറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്സ്, പിന്നെ നമ്പർ, കളർ, അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ലിനേയസ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സിസ്റ്റത്തിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ദേ സെപ്പറേറ്റഡ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് സിൻസ് they were based on few characters. Also, the artificial system gave equal weightage to vegetative and sexual characteristics. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത പ്ലാന്റ്സിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്ന പ്ലാന്റ്സ് എങ്ങനെ പോയി മറ്റു ചില ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ചില സെയിം ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസിനെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ മറ്റ് പല സെപ്പറേറ്റ് സ്പീഷീസിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അത് വളരെ ചെറിയ കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്. അതുമാത്രമല്ല ഇവിടെ വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിന്, അതായത് മോർഫോളജിക്കൽ ആയാലും അതിനകത്തുള്ള സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനായാലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ലിനേയസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ബിക്കോസ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ് എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നവയാണ്. നമുക്ക് കാണുന്ന ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചോ എൻവയോൺമെൻറ്റ് ചേഞ്ചോ അതൊക്കെ അനുസരിച്ച് മാറാവുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഈ പുറമേയുള്ള വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് മാത്രം നമുക്ക് കുറച്ച് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഈ സിസ്റ്റത്തിന് വന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അടുത്ത് ഈ സിസ്റ്റത്തിന് ഇങ്ങനെ ഈ മോർഫോളജിക്കലി മാത്രം ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത ഈ സിസ്റ്റത്തിനെതിരായിട്ട് മറ്റൊരു സിസ്റ്റം വന്നു. അതാണ് സെക്കൻഡ് സിസ്റ്റമായ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ നാച്ചുറൽ സിസ്റ്റം പറയുന്നത് ദിസ് ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് എമംഗ് ദ ഓർഗാനിസംസ് ആൻഡ് കൺസിഡർ നോട്ട് ഓൺലി ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ബട്ട് ഓൾസോ ഇന്റേണൽ ഫീച്ചേഴ്സ് ലൈക്ക് അൾട്രാസ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി. ഇനി ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് മാത്രം നോക്കിയെങ്കിൽ ഇവിടെ നോക്കുന്നത് മോർഫോളജിക്കലായിട്ടുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല ഈ പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സും കൂടെ കൺസിഡർ ചെയ്തു. അതായത് അൾട്രാസ്ട്രക്ചർ, അനാട്ടമി, എംബ്രയോളജി, പിന്നെ ഫൈറ്റോകെമിസ്ട്രി, അങ്ങനെയുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ്, ഈ പ്ലാന്റ്സിനകത്തുള്ള കുറച്ച് സ്ട്രക്ചേഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബെന്തമാൻ ഹൂക്കർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിന് എക്സാമ്പിളാണ്. ബെന്തമാൻ ഹൂക്കർ സിസ്റ്റം നാച്ചുറൽ സിസ്റ്റമാണ്. ഇവിടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ തന്നെ പ്ലാന്റ്സിൻ്റെ അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സും അതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സിനും കൂടെ ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം. ഇനി ഇത് കഴിഞ്ഞിട്ട് വന്ന മറ്റൊരു സിസ്റ്റമാണ്, ഇതാണ് ജോർജ് ബെന്തമാൻ ജോസഫ് ഹൂക്കർ. ദെൻ ഈ നാച്ചുറൽ സിസ്റ്റം കഴിഞ്ഞിട്ട് വന്ന ഒരു സിസ്റ്റമാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ദിസ് ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് ഓർഗാനിസംസ്. ദിസ് അസ്യൂംസ് ദാറ്റ് ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ദ സെയിം ടാക്സ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. ഇനി ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിനെയും നാച്ചുറൽ സിസ്റ്റത്തിനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വന്ന മറ്റൊരു സിസ്റ്റമാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഫൈലോജനറ്റിക് മീൻസ് എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ വന്ന സിസ്റ്റമാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെയിം ടാക്സയിൽ വരുന്ന ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്ന് വരുത്തുന്ന ഒരു സിസ്റ്റമാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. APJ സിസ്റ്റം ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ പറയുന്നത് സെയിം ടാക്സയിൽ വരുന്ന, ടാക്സ മീൻസ് ടാക്സോണമിക് ഗ്രൂപ്പുകളെയാണ് ടാക്സ എന്ന് പറയുന്നത്. അതായത് ജീനസ്, സ്പീഷ്യസ്, ക്ലാസ് എന്നൊക്കെ പറയുന്ന ടാക്സോണമിക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളെയാണ് ടാക്സ അല്ലെങ്കിൽ ടാക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെയിം ടാക്സോണിൽ വരുന്ന, അതിപ്പോൾ ഒരു ജീനസിൽ വരുന്ന കുറച്ച് സെയിം ജീനസിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെയിം സ്പീഷീസിലുള്ള ആൾക്കാർക്ക് അവിടെ എന്തായിരിക്കും, ആ ആൾക്കാർക്ക് ഒരു കോമൺ ആൻസിസ്റ്റർ, ഒരു കോമൺ ആയിട്ടുള്ള പിൻഗാമി ഉണ്ടായിരിക്കും എന്ന് തെളിയിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അതായത് എവല്യൂഷണറി പ്രോസസ്സ് അനുസരിച്ച് അത് എന്തിൽ നിന്ന് ഇവോൾവ് ചെയ്തു, അപ്പോൾ അതനുസരിച്ച് ആ എവല്യൂഷൻ പാറ്റേണിലുള്ള കുറച്ച് ആൾക്കാരെ ഒരുമിച്ച് ക്ലാസിഫൈ ചെയ്ത സിസ്റ്റമാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ 3 സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ദെൻ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ പഠിച്ചത് അതിൻ്റെ പ്ലാന്റ്സിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം വെച്ചിട്ട്
പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തതാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനിൽ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ പ്രപ്പോസ് ചെയ്തത് കാൾ ലിന്നേയസ് ആണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ മോർഫോളജിക്കൽ, അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കൂടാതെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അത് പ്രപ്പോസ് ചെയ്തത് പല സയൻറ്റിസ്റ്റുകളും നാച്ചുറൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ബെന്തം ആൻഡ് ഹൂക്കർ സിസ്റ്റം. ദെൻ തേർഡ് വൺ ഇസ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇവിടെ പ്ലാന്റ്സിൻ്റെ ഫൈലോജിനിയെ ബേസ് ചെയ്ത്, അതായത് അതിൻ്റെ എവല്യൂഷണറി പാറ്റേണിനെ റിലേഷൻഷിപ്പിനെയൊക്കെ ബേസ് ചെയ്തും പിന്നെ സെയിം ടാക്സയിലുള്ള ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്ന ഒരു ഐഡിയയിലുമാണ് ഇവിടെ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ 3 സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് അല്ലാണ്ട് മറ്റ് പല ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എവിടെയാണ്, അതിൻ്റെ പ്ലേസ് എവിടെയാണെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്ന മറ്റ് ചില ടെക്നിക്സുകളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ഫോസിൽ എവിഡൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോസിൽ എവിഡൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഏത് ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ ഇത് വരുത്താം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി വിച്ച് ഈസ് ഈസിലി ക്യാരിഡ് ഔട്ട് ബൈ കമ്പ്യൂട്ടേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ന്യൂമറിക്കൽ ടാക്സോണമി നടത്തുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സ്, അതായത് ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് കുറച്ച് നമ്പേഴ്സായിട്ടോ കോഡുകളായിട്ടോ ഈ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തേക്കും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് നമുക്ക് കിട്ടിയ ഒരു പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റിൻ്റെ ക്യാരക്ടേഴ്സ് ആ കമ്പ്യൂട്ടറിൽ കൊടുക്കുമ്പോൾ നമ്മൾ മുന്നേ ഫീഡ് ചെയ്ത് വച്ചേക്കുന്ന നമ്പറും കോഡുകളും അനുസരിച്ച് ഇതിന് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നതിനെ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ നമ്പേഴ്സും കോഡ്സും ഉപയോഗിച്ചിട്ടാണ് ക്യാരക്ടേഴ്സിനെ കൊടുത്തിരിക്കുന്നത്. ഇൻ ദിസ് വേ ഈച്ച് ക്യാരക്ടർ ഇസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ്. ഇവിടെ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് സെയിം ടൈമിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതായത് നമുക്കിപ്പോൾ കിട്ടിയ പ്ലാന്റിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ ആ കമ്പ്യൂട്ടറിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫീഡ് ചെയ്തേക്കുന്ന ക്യാരക്ടർ നമ്പേഴ്സും കോഡ്സും അനുസരിച്ച് ഇതിന് സിമിലർ ആയിട്ടുള്ള അതിനുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഓക്കെ, ഇതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ദെൻ സെക്കൻഡ് വൺ ഇസ് സൈറ്റോടാക്സോണമി. സൈറ്റോടാക്സോണമി, ദിസ് ഇസ് ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ലൈക്ക് ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ എക്സെട്ര. നമുക്ക് സൈറ്റോടാക്സോണമി എന്ന് പറയുമ്പോൾ തന്നെ സൈറ്റോ മീൻസ് സെൽ, സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ടാക്സോണമിയാണ് സൈറ്റോടാക്സോണമി. സൈറ്റോ മീൻസ് എപ്പോഴും സെല്ലിനെയാണ് ഓർക്കേണ്ടത്. അപ്പോൾ ദിസ് ഇസ് ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ്, സെല്ലിനകത്തുള്ള സെല്ലുലാർ ഇൻഫർമേഷൻസിനെ കുറിച്ച് പറയുന്നതാണ് സൈറ്റോടാക്സോണമി. കുറച്ച് സെൽ സ്ട്രക്ചേഴ്സായ ക്രോമസോമിനെ കുറിച്ച്, അതിൻ്റെ ക്രോമസോമിൻ്റെ നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ അതൊക്കെ അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ഒരു ബ്രാഞ്ചാണ് സൈറ്റോടാക്സോണമി. ടാക്സോണമിയുടെ മറ്റൊരു ബ്രാഞ്ച് തന്നെയാണ് സൈറ്റോടാക്സോണമി. ദെൻ തേർഡ് വൺ ഈസ് കീമോടാക്സോണമി. കീമോ മീൻസ് കെമിക്കൽസ്. കീമോ എന്ന വാക്കിന് എപ്പോഴും നമ്മൾ പറയുന്ന മീനിങ് ആണ് കെമിക്കൽ. അപ്പോൾ കീമോടാക്സോണമി ഈസ് ബേസ്ഡ് ഓൺ chemicals that uses the chemical constituents of the plants to resolve confusions. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്കറിയാം, നമ്മുടെ ഈ എർത്തിലുള്ള പ്ലാന്റ്സ് ഒരുപാട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽസിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയാൽ അതാണ് കീമോടാക്സോണമി വഴി ഉദ്ദേശിക്കുന്നത്. ഈ കെമിക്കൽസൊക്കെ
കെമിക്കൽസിൻ്റെ ബേസിസിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. അതാണ് കീമോ ടാക്സോണമി. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള ടാക്സോണമിയാണ് പഠിച്ചത്: ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി ആൻഡ് കീമോ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി മീൻസ് നമ്പേഴ്സ് ആൻഡ് കോഡ്സ്, നമ്പറും കോഡുകളും ഉപയോഗിച്ച് നമ്മൾ പ്ലാന്റ്സിൻ്റെ ക്യാരക്ടേഴ്സിനെ കോഡ് ചെയ്തിരിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുവെങ്കിൽ അത് ന്യൂമറിക്കൽ ടാക്സോണമി. ദെൻ സൈറ്റോ ടാക്സോണമി മീൻസ് സെൽ സ്ട്രക്ചർ ഉപയോഗിച്ച്, സെല്ലിലെ ക്രോമസോംസിൻ്റെ നമ്പർ, സ്ട്രക്ചർ ആൻഡ് ബിഹേവിയറൊക്കെ വെച്ചിട്ട് അതിനെ സ്റ്റഡി ചെയ്യുന്നുവെങ്കിൽ അത് സൈറ്റോ ടാക്സോണമി. ദെൻ കീമോ ടാക്സോണമി ഈസ് ബേസ്ഡ് ഓൺ ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുവെങ്കിൽ അതിനെ കീമോ ടാക്സോണമി എന്ന് പറയുന്നു. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റവും ടാക്സോണമിയെക്കുറിച്ചും പറഞ്ഞു. ഇനി ഇതിനകത്ത് വരുന്ന ആൽഗെ, ബ്രയോഫൈറ്റ്സ് അതുപോലുള്ള കുറച്ച് ക്ലാസ്സസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ, ഇതിൻ്റെ ഫുള്ളായിട്ട് എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കോമൺ ഐഡിയ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പ്ലാന്റ്സിനെ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അക്വാട്ടിക് പ്ലാന്റ്സ് എന്നും ലാൻഡ് പ്ലാന്റ് എന്നും ഡിവൈഡ് ചെയ്യാം. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സിനെ നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് എന്നും ലാൻഡ് പ്ലാന്റ്സ് എന്നും ഡിവൈഡ് ചെയ്യാം. അക്വാട്ടിക് പ്ലാന്റ്സിൽ വരുന്നതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള പ്ലാന്റ് വെറൈറ്റി ആൽഗെ എന്ന് പറയുന്നത്. ആൽഗെയാണ് നമുക്കിതിൽ ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കിങ്ഡം പ്ലാന്റിൽ വരുന്നത് ഈ ആൽഗെ എന്ന് പറയുന്നത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ആൽഗെ. ദെൻ ലാൻഡ് പ്ലാന്റ്സ്. ഇനി ആൽഗെ കഴിഞ്ഞ് ബാക്കി വരുന്നവയെല്ലാം ലാൻഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു: അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ലാൻഡ് പ്ലാന്റ്സ്. അക്വാട്ടിക് പ്ലാന്റ്സിന് താഴെ വരുന്നത് ആൽഗെ ആണ്. ഇനി നമുക്ക് ലാൻഡ് പ്ലാന്റ്സിന് താഴെ വരുന്ന മെമ്പേഴ്സിനെ നോക്കാം. ലാൻഡ് പ്ലാന്റ്സിനെ നമ്മൾ എഗെയിൻ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആൻഡ് വാസ്കുലാർ പ്ലാന്റ്സ്. ഈ നോൺ വാസ്കുലാർ പ്ലാന്റ്സും വാസ്കുലാർ പ്ലാന്റ്സ് എന്നും തരംതിരിക്കാൻ കാരണം വാസ്കുലാർ ടിഷ്യൂസ് ആയ സൈലം, ഫ്ലോയം എന്ന് പറയുന്ന വാസ്കുലാർ ടിഷ്യൂസ് ചില പ്ലാന്റ്സിൽ പ്രസൻ്റ് ആണ്, ഇനി ചില പ്ലാന്റ്സിൽ പ്രസൻ്റ് അല്ല. അപ്പോൾ പ്രസൻ്റ് ആയവയെ വാസ്കുലാർ പ്ലാന്റ്സ് എന്നും ഇനി വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആയവയെ നോൺ വാസ്കുലാർ പ്ലാന്റ്സ് എന്നുമാണ് പറയുന്നത്. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഫുഡും വാട്ടറും ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന, കണ്ടക്ഷൻ നടത്തുന്ന, ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ടിഷ്യൂസാണ് ഈ വാസ്കുലാർ ടിഷ്യൂസ്. സൈലം ആൻഡ് ഫ്ലോയോ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ സൈലം, ഫ്ലോയം എന്നൊക്കെ പറയുന്ന ഈ വാസ്കുലാർ ടിഷ്യൂസ് പ്രസൻ്റ് ആയ പ്ലാന്റ്സിനെ വാസ്കുലാർ പ്ലാന്റ്സ് എന്നും ഇനി വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആയ പ്ലാന്റ്സിനെ നോൺ വാസ്കുലാർ പ്ലാന്റ്സ് എന്നും പറയുന്നു. ഇവിടെ നോൺ വാസ്കുലാർ പ്ലാന്റ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ബ്രയോഫൈറ്റ്സ്. ദെൻ വാസ്കുലാർ പ്ലാന്റ്സ് ഇതിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം നോൺ വാസ്കുലാർ പ്ലാന്റ്സ് നോക്കാം. നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആയ ബ്രയോഫൈറ്റ്സിനെ നമുക്ക് എഗെയിൻ 3 ക്ലാസ്സസ് ആയിട്ട് പറയാം: ലിവർവേർഡ്സ്, ഹോൺവേർഡ്സ് ആൻഡ് മോസസ്. നമുക്ക് ബ്രയോഫൈറ്റ്സിലെ 3 മെമ്പേഴ്സാണ് ലിവർവേർഡ്സ്, ഹോൺവേർഡ്സ് ആൻഡ് മോസസ്. ഈ 3 എണ്ണത്തിനെ പറ്റി നമുക്ക് ഇനി ബ്രയോഫൈറ്റ്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ദെൻ അപ്പോൾ നോൺ വാസ്കുലാർ പ്ലാന്റ്സ് പഠിച്ചു, ബ്രയോഫൈറ്റ്സ് ആണ്. ഈ ബ്രയോഫൈറ്റ്സിന് താഴെ വരുന്നത് ലിവർവേർഡ്സ്, ഹോൺവേർഡ്സ് ആൻഡ് മോസസ് ആണ്. ഇനി വാസ്കുലാർ പ്ലാന്റ്സ്. ഈ വാസ്കുലാർ പ്ലാന്റ്സിനെ നമുക്ക് എഗെയിൻ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആൻഡ് സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആണ്. ഇത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയെന്നും ഇനി സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കുറച്ച് പ്ലാന്റ്സ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്നും സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്നും 2 തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ഇത് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ
പുതിയ ഒരു പ്ലാന്റിനെ, അതിൽ നിന്ന് പുതിയ ഒരു ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചറാണ് സ്പോർ എന്ന് പറയുന്നത്. സീഡ് നമുക്കറിയാം അല്ലേ? അപ്പോൾ സീഡ് പോലത്തെ മറ്റൊരു സ്ട്രക്ചറാണ് സ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സും സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സും. ഈ സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെ പറയുന്നത് ടെറിഡോഫൈറ്റ്സ് എന്നാണ്. മുൻപേ നമ്മൾ ഒരുപാട് ഫസ്റ്റ് ചാപ്റ്ററിലും ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലും ഒക്കെ കേട്ട പേര് തന്നെയാണ് ടെറിഡോഫൈറ്റ്. അപ്പോൾ സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിൽ വരുന്നത് ടെറിഡോഫൈറ്റ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ടെറിഡോഫൈറ്റ്. ഈ ടെറിഡോഫൈറ്റിനകത്ത് വരുന്ന കുറച്ച് മെമ്പേഴ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ക്ലബ് മോസസ്, ഹോഴ്സ് ടെയിൽസ്, ഫേൺസ്. ക്ലബ് മോസസ്, ഹോഴ്സ് ടെയിൽസ്, ഫേൺസ്. ഇതിനകത്തൊക്കെ ഒരുപാട് മറ്റ് എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഇതിന് കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് പേരുകളാണ് ഇവിടെ പറയുന്നത്. ക്ലബ് മോസസ്, ഹോഴ്സ് ടെയിൽസ് ആൻഡ് ഫേൺസ്. അപ്പോൾ സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആയിട്ട് പറയുന്നത് ടെറിഡോഫൈറ്റ്സിനെയാണ്. ഈ ടെറിഡോഫൈറ്റ്സിൽ തന്നെ വരുന്ന കുറച്ച് മെമ്പേഴ്സാണ് ക്ലബ് മോസസ്, ഹോഴ്സ് ടെയിൽസ് ആൻഡ് ഫേൺസ്. ഇനി സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് നോക്കാം. സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെ എഗെയിൻ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവറിങ് പ്ലാന്റ്സ്, അല്ലെങ്കിൽ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിനെയാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ആൻജിയോസ്പേംസ്. ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് ആൻജിയോസ്പേംസ്. ജിംനോസ്പേംസിനെ നമ്മൾ അതർവൈസ് നോൺ ആസ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. നേക്കഡ് ആയിട്ടുള്ള ജിംനോസ്പേം എന്ന് പറയുന്നത് ഫ്രൂട്ട് എന്ന ഒരു സ്ട്രക്ചർ ഇല്ലാതെ നമുക്ക് ഈ സീഡ് കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കും. അതായത് നേക്കഡ് സീഡഡ് ആയിരിക്കും. ഫ്രൂട്ട് എന്ന സ്ട്രക്ചർ കൊണ്ട് കവർ ചെയ്യാതെ സീഡ് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലവറിങ് പ്ലാന്റ്സിൽ നമുക്കറിയാം ഒരു ഫ്രൂട്ട് അവിടെ പ്രസൻ്റ് ആയിരിക്കും. ഫ്രൂട്ടിനകത്തായിരിക്കും സീഡ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിനകത്ത് ഈ വിത്ത് അല്ലെങ്കിൽ സീഡ് പ്രസൻ്റ് ആയിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ്, അതായത് ആൻജിയോസ്പേംസ്. ഈ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്ന നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആയ ജിംനോസ്പേംസിൽ ഒരു സീഡ് നേക്കഡ് ആയിരിക്കും. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കും. അതിനൊരു ഫ്രൂട്ട് കൊണ്ട് കവർ ചെയ്തിരിക്കില്ല. സോ നമുക്കിവിടെ പ്ലാന്റ്സിൻ്റെ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഔട്ട്ലൈൻ നോക്കുവാണെങ്കിൽ പ്ലാന്റ്സിനെ അക്വാട്ടിക്കും ലാൻഡുമായിട്ട് പറയാം. അക്വാട്ടിക്കിൽ ആൽഗേ വരുന്നു. ദെൻ ലാൻഡിൽ നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആൻഡ് വാസ്കുലാർ പ്ലാന്റ്സ്. നോൺ വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ബ്രയോഫൈറ്റ്സിനകത്ത് തന്നെ വരുന്ന കുറച്ച് മെമ്പേഴ്സാണ് ലിവർ വേർഡ്സ്, ഹോൺവേർഡ്സ് ആൻഡ് മോസസ്. ദെൻ ഈ വാസ്കുലാർ പ്ലാന്റ്സിനകത്ത് വരുന്നത് സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആൻഡ് സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആണ്. സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടെറിഡോഫൈറ്റ്. ഈ ടെറിഡോഫൈറ്റിനകത്ത് വരുന്ന മെമ്പേഴ്സാണ് ക്ലബ് മോസസ്, ഹോഴ്സ് ടെയിൽസ് ആൻഡ് ഫേൺസ്. സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെ എഗെയിൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ജിംനോസ്പേംസ്, ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ്. ജിംനോസ്പേംസിനെ പറയുന്ന മറ്റൊരു പേരാണ് നേക്കഡ് സീഡ് പ്ലാന്റ്സ്. നേക്കഡ് ആയിട്ടുള്ള സീഡുള്ള പ്ലാന്റ്സ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നടത്താം. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.